2026 ഇന്ത്യ മാവോയിസ്റ്റ് വിരുദ്ധ രാജ്യമാകും, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി നക്സൽ വിരുദ്ധ രാജ്യമാകും എന്നാണ് അമിത്ഷാ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജാർഖണ്ഡിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടക്കം മാവോയിസ്റ്റുകൾക്ക് കഷ്ടകാലമാണ്, അല്ലെങ്കിൽ നക്സലുകൾക്ക് കഷ്ടകാലമാണ്. പ്രധാനമായും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ മാവോയിസ്റ്റുകളെ വലിയ രീതിയിൽ ഉന്മൂലനം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കീഴടങ്ങാനായിട്ട് മാവോയിസ്റ്റുകൾക്ക് ആദ്യം നോട്ടീസ് കൊടുക്കും. കീഴടങ്ങുന്നവർക്ക് വലിയ പാക്കേജുകളടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിലെ ലുഗു കുന്നുകളിൽ സുരക്ഷാ സേനയും നക്സലൈറ്റുകളും ഏറ്റുമുട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തലയ്ക്ക് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്ന വിവേക് ദസ്തെ എന്ന് പറയുന്ന ഒരു ഭീകരന് വേണ്ടിയിട്ടാണ്, ഒരു നക്സലിന് വേണ്ടിയിട്ടാണ് അവിടെ ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആ വിവേക് ദസ്തെ എന്ന് പറയുന്ന ആ ഒരു ഭീകരനെ അല്ലെങ്കിൽ നക്സലിനെ നമ്മുടെ സൈന്യം തീർത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. 1 കോടി രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര വലിയ ഭീകരനായിരിക്കും അത് എന്ന്. വിവേക് ദസ്തെ മാത്രമല്ല, കൂടെ 8 പേരെ നക്സലുകളെയും സുരക്ഷാ സേന വധിച്ചു. ഒരു ഇൻസാസ് റൈഫിൾ, ഒരു സെൽഫ് ലോഡിംഗ് റൈഫിൾ, മറ്റു വസ്തുക്കൾ എന്നിവ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലുഗു കുന്നുകളിൽ സുരക്ഷാ സേനയും നക്സലൈറ്റുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൂടുതൽ നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിലെ ലാൽപാനിയ പ്രദേശത്ത് ലുഗു കുന്നുകളിൽ ഏപ്രിൽ 21 രാവിലെ സംസ്ഥാന പോലീസുമായി നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ 8 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടതായി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF പ്രസ്താവനയിൽ പറഞ്ഞു. സൈനികർ ഒരു SLR-ഉം ഒരു ഇൻസാസ് റൈഫിലും പിടിച്ചെടുത്തു. ഇതുവരെ ഒരു സൈനികർക്കും പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. എന്തായാലും 2024 പോലീസ് അറസ്റ്റ് ചെയ്തത് 244 നക്സലൈറ്റുകളാണെന്ന റിപ്പോർട്ട് കൂടെ ഇതിനോട് ചേർത്ത് പുറത്തു വരുന്നുണ്ട്. ഈ വർഷം ഇതുവരെ ജാർഖണ്ഡിൽ നിന്നും പോലീസും സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 11 നക്സലുകൾ കൊല്ലപ്പെട്ടു എന്നതും എടുത്തു പറയേണ്ടതാണ്. ഈ വർഷത്തോടെ ജാർഖണ്ഡിനെ പൂർണ്ണമായും നക്സൽ വിമുക്തമാക്കുക എന്നതാണ് പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും ലക്ഷ്യം. ജാർഖണ്ഡ് പോലീസ് പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം 2024 244 നക്സലുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പോലീസും സുരക്ഷാ സേനയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ 9 നക്സലുകൾ കൊല്ലപ്പെട്ടു. 24 നക്സലൈറ്റുകൾ കീഴടങ്ങാനും മുഖ്യധാരയിലേക്ക് മടങ്ങാനും തീരുമാനിച്ചതായാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.